സന്ദർഭത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഇവിടെ ഞാനൊരു സ്ലാബ് വെച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ചർച്ച് വാസ് ബിൽറ്റ് ബൈ ദ ജനറസ് ഹെൽപ്പ് ഓഫ് ജോസഫ് കാർഡിനൽ റാറ്റ്സിംഗർ. ഇത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം പറയാം. പിന്നീട് പോപ്പ് ബെനഡിക്റ്റായി തീർന്ന കാർഡിനൽ റാറ്റ്സിംഗർ മ്യൂണിച്ച് ഫ്രൈസിംഗ് എന്ന് പറയുന്ന രൂപതയുടെ മെത്രാനായി അഭിഷിക്തനായപ്പോൾ അന്നത്തെ തിരുവല്ല രൂപതയുടെ മെത്രാച്ചൻ സക്രിയാസ് മാർ അത്തനോസിസ് തിരുമേനി മറ്റ് മെത്രാന്മാരുടെ കൂട്ടത്തിൽ കൈവപ്പ് കൊടുത്തു. ഈ കയ്യൊപ്പിൻ്റെ ഒരു ഫോട്ടോ ഒരു സായിപ്പ് എനിക്ക് അയച്ചു തന്നു. അതിൽ വളരെ വ്യക്തമായി ഈ കാർഡിനൽ റാറ്റ്സിംഗർ മുട്ടൂത്ത് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് ആശീർവാദം കൊടുക്കുന്ന അത്തനാസ് തിരുമേനിയുടെ ഫോട്ടോ ഉൾപ്പെടെ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അത്തനാസിസ് തിരുമേനിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനൊരു പള്ളി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. അദ്ദേഹം 20,000 അന്നത്തെ ഡോയ്ച്ച് മാർക്കാണ്. അന്ന് യൂറോ ഇല്ല. 90-ന് ശേഷമാണല്ലോ യൂറോ ആയത്. അന്നത്തെ ഒരു മാർക്കിൻ്റെ വില ഏകദേശം 45 രൂപയായി. അപ്പോൾ 2000 ഡോയ്ച്ച് മാർക്ക്, അന്നത്തെ ജർമ്മൻ മാർക്കിന് എക്വിവലൻ്റ് നമ്മുടെ റുപ്പിയിൽ നോക്കിയാൽ 9 ലക്ഷം രൂപയുള്ളൂ. ഈ 9 ലക്ഷം രൂപ കൊണ്ട് ഇത് വല്ല പള്ളി തരുമോ? ഒരിക്കലും ഇല്ല. പക്ഷേ അദ്ദേഹം നടത്തിയ ഒരു ജസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് അദ്ദേഹം കാണിച്ച ആ സന്മനസ് മാത്രമാണ് ഞാൻ എഴുതി വെച്ചത്. അത് തെറ്റിദ്ധരിച്ചിട്ട് പലരും പറഞ്ഞു ഇതിൻ്റെ മൊത്തം ചെലവ് മാർപ്പാപ്പയാണ് വഹിച്ചത്. അതിപ്പോഴും ഉണ്ട് അതിൻ്റെ സർക്കുലേഷനിൽ. തെറ്റാണ്. ഈ ഞാൻ ഇരുന്നോട്ടെ. 75-ൽ പള്ളി ആരംഭിച്ചു. അതിനുശേഷം ഈ ഇടതുവശത്ത് 10 സെൻറ്റ് സ്ഥലം ഒരാളിൽ നിന്ന് വാങ്ങിച്ചു. അതുകൊണ്ട് പള്ളി പണിയാൻ പറ്റിയില്ല. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ജോണി, അവരുടെ വീട്ടുകാരന ചെറുകര ജോണിയോടും അവരുടെ അമ്മയോടും ഒക്കെ നമ്മൾ നല്ല ബന്ധത്തിലായിരുന്നു. കാരണം അവരെപ്പോഴും ഈ നമ്മുടെ പള്ളിയിൽ ഒക്കെ വരികയും സഹായിക്കുകയും ചെയ്തതാണ്. അമ്മയോട്, ജോണിയോടല്ല, അമ്മയോട് ഞാനിങ്ങനെ റിക്വസ്റ്റ് വെച്ചു, നമുക്കൊരു പള്ളി പണിയാൻ സ്ഥലം തരണം. അപ്പോൾ ജോണിയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനം ചോദിച്ച് സമ്മതം വാങ്ങിച്ചു. അന്ന് അവർ പറഞ്ഞ തുകയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ ജോണി പെട്ടെന്ന് അഭിപ്രായം മാറ്റി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനീ പറയുന്ന സ്റ്റോറി വളരെ പ്രൈവറ്റാണ്. ഈ ജോണിയുടെ പ്രധാനപ്പെട്ട ബിസിനസ് കൊച്ചിയിൽ ചെറിയ കപ്പലുണ്ടാക്കി വിൽക്കുവാണ്, ഫിഷിംഗ് ബോട്ടുകൾ. അതുപോലെ അപ്പോൾ അങ്ങനെ അദ്ദേഹം പണിതുണ്ടാക്കിയ ഒരു കപ്പൽ അല്ലെങ്കിൽ ബോട്ട് നീറ്റിലിറക്കിയ അതേ ദിവസം തന്നെ അത് മുങ്ങിപ്പോയി. അത് തീർച്ചയായിട്ടും ഒരു വലിയ നഷ്ടമാണ്. അതിനുശേഷം ഈ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ, മാതാവിന് കൊടുക്കാമെന്ന് പറഞ്ഞ വസ്തു അച്ഛനെ തരാം, കാരണം ഞങ്ങൾക്ക് ഒരു തിരിച്ചടി കിട്ടി. ഞാൻ ആരെയും കുറ്റം പറയില്ല, മാതാവ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറയാൻ വേണ്ടി. ഏതായാലും ഈ സ്ഥലം നമ്മൾ വാങ്ങിച്ചത് തിരുവല്ല രൂപതയുടെ സഹായത്തോടു കൂടിയാണ്. നമ്മൾ ഈ പള്ളി പണിയിച്ചപ്പോൾ ഇവിടെ മുഴുവൻ ചെയറാണ്, ഇതിൻ്റെ അടിയിൽ മുഴുവൻ ചെയറാണ്. ഇവിടെ പള്ളി പണിതാൽ ഇത് താങ്ങും പോകും. എന്താണ് ചെയ്യുക? ഞാൻ ഈ പുന്നപ്ര ഉള്ള CMI സഭയുടെ
ITC ആണോ, പോളിടെക്നിക്കിലെ എഞ്ചിനീയറെ പോയി കണ്ടു, ഫാദർ ഏബ്രഹാം CMI. അദ്ദേഹം ഈ സ്ഥലം ഒക്കെ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു, കുഴിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് മൊത്തം ചെളിയാണ്. എന്നിട്ട് പറഞ്ഞു, അച്ചോ, നമ്മൾ ഈ വയലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എത്ര അടിച്ചാലും പിന്നെ കീപ്പോട്ട് പോകും, അതുകൊണ്ട് അത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിനായിട്ട് തന്നെ ഒരു ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാം, നോക്കിയിട്ട് ശരിയാണ്. ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെളിക്കകത്ത് ഒരു ചിരട്ട കമഴ്ത്തി അമർത്തുകയാണെങ്കിൽ അത് കുറച്ചും താഴും, പക്ഷേ പിന്നെ താഴത്തില്ല. അതുപോലെയാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട ചെലവ് ഇതിൻ്റെ അടിയിൽ പോയി. ഈ മുകളോട്ട് കാണുന്ന ഒരു 1/3 ചെലവേ. ഈ സ്ഥലം KSRTC അക്വയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്ന സ്ഥലമാണ്. അങ്ങനെയാണ് ഇത് പള്ളിയുടെ പേരിലായി. പള്ളിയുടെ പേരിലായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് കേട്ടു, KSRTC ജോലി ചെയ്യുന്ന ഒരാൾ അവിടുത്തെ മാനേജരെ ഗവൺമെൻറ് ശിക്ഷിച്ചു. കാരണം ഈ KSRTC ബസ് സ്റ്റാൻഡ് ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാനാണ്, ഇത് അക്വയർ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അത് നടന്നില്ല. അതുകൊണ്ട് മാനേജരെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുത്ത് മാറ്റി. ഏതായാലും നമുക്കൊന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇത് പിന്നീടും ഈ അക്വിസിഷൻ വരാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം ചെയ്ത് ഇവിടെ സെല്ല് പണിതു എന്നുള്ളതാണ്. ഗവൺമെൻറ് പലപ്പോഴും പള്ളികളും കുരിശുപള്ളികളും ഒക്കെ മാറ്റി സ്ഥാപിക്കാൻ പറയും, പക്ഷെ ഒരിക്കലും സെമിത്തേരി മാറ്റി സ്ഥാപിക്കാൻ പറയത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ബ്ലോക്കായിട്ട് അവിടെ അങ്ങനെയാണ് പെട്ടെന്ന് സെല്ല് വന്നത്. പിന്നീടാണ് ഈ പള്ളിയുടെ കാര്യമൊക്കെ ശരിയായത്. ഞാനിത് പറഞ്ഞു വരുന്നത്, ഇത് ഉദാശ ചെയ്യുന്ന സമയത്ത് മെത്രാനില്ല, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അത്തനാസിസ് തിരുമേനി 77 സെപ്റ്റംബർ 28 മരിച്ചു. പിന്നെ മാർ യൂഹാനോൻ ആകുന്നത് 2079 ഡിസംബർ 28. അപ്പോൾ ഏതാണ്ട് 1 വർഷക്കാലവും 2 മാസവും രൂപതയ്ക്ക് മെത്രാനില്ല. പക്ഷേ ഞാൻ അക്കാലത്ത് രൂപത പ്രൊക്കുറേറ്റർ ആയിരുന്ന കാരണം നേരിട്ട് വികാരി ജനറാളുമായിട്ടായിരുന്നു അന്നത്തെ എല്ലാം ആലോചിച്ചിരുന്നത്. അന്നത്തെ വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു നെടുങ്ങാട്ട് ഞാൻ ചോദിച്ച എല്ലാ കാര്യത്തിനും അദ്ദേഹം യേസ് മൊഴി. അങ്ങനെയാണ് ഈ പള്ളിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് നമ്മുടെ ചരിത്രം എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതുക. അതുപോലെ എനിക്ക് പറയാനുള്ള ചരിത്രം, ഇടവകയുടെ ചരിത്രം എപ്പോഴും നോക്കേണ്ടത് രൂപതയുടെ ഫയൽസ് പരിശോധിച്ചിട്ടാണ്. അപ്പോൾ രൂപതയുടെ ഫയൽസ് പരിശോധിച്ചാൽ എന്നിത് സ്ഥാപിച്ചെന്നും എന്നിടവകയായിരുന്നു, ആരൊക്കെ വികാരിമാരായിരുന്നു ഒക്കെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതവിടെ നിൽക്കട്ടെ. അച്ഛന് എല്ലാവിധമായ അനുമോദനങ്ങളും നേരുന്നു. അച്ഛൻ ദീർഘനാൾ വാഴട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു പിതാവേ.